സലീമേട്ടൻ്റെ ഒരു വലിയ യാത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ തമിഴ് സിനിമകളൊക്കെ സലീമേട്ടൻ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാം. തമിഴിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കാണുന്ന ആരുടെ പടമാണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? രജനീകാന്ത്, വിജയ് ഉണ്ട്, അജിത്ത് ഉണ്ട്, കമലഹാസൻ. കമൽ സാറിന്റെ ആരാധകനാണെന്ന് തോന്നുന്നല്ലേ? അദ്ദേഹത്തിന്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു പടം? എല്ലാ പടങ്ങളും. എന്നാലും സലീമേട്ടൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട്, അതായത് ഇനി കാണണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് പേരില്ലേ, ലോകത്ത് ഒരുപാട് പേരുണ്ട് കാണണമെന്ന് ആഗ്രഹമുള്ളൂ. ഒരാളെ പറയാവോ? അങ്ങനെ ഇന്ത്യയിൽ ഉള്ള ആരെങ്കിലും ആണോ? ആരെയാണോ ഇനി കാണണമെന്നുള്ള? എങ്ങനെയാണ് കാണാൻ ആഗ്രഹം തോന്നുന്നത്? കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. മോദിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. നരേന്ദ്രമോദിനെ? അതെ, രാഹുൽ ഗാന്ധിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ മോദിജിനെ കണ്ട ഇപ്പൊ പെട്ടെന്ന് എന്ത് പറയും സലീമേട്ടൻ? മോദിജി ഇതേ നേരിട്ട് വന്ന് നിൽക്കാണ്, ഫസ്റ്റ് പറയുന്ന കാര്യം? ഹലോ, ഇരിക്കൂ, നിക്കല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. അല്ലേ, പുള്ളി എത്ര നേരം പുള്ളി നിർത്തും? നമ്മള് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാ, ഇരുന്ന് ആണ് ചായ കുടിക്കാൻ പറയും. ചായ കുടിക്കുമെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു നമ്മൾ സലീമേട്ടനുമായിട്ട് പെട്ടെന്ന് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവാണ്. സലീമേട്ടൻ ടക്കനെ റാപ്പിഡ് ഫയർ റൗണ്ട് ആയിട്ട് നമ്മൾ നിൽക്കാൻ പോവാണ്. മലയാള സിനിമയിൽ കണ്ടതിൽ ഏറ്റവും സൗന്ദര്യമുള്ളൊരു നടി, നേരിട്ട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ കണ്ടതിൽ സൗന്ദര്യം തോന്നിയൊരു നടി? ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാലും സുന്ദരി, ഇത്രയും നായിക. കാവ്യമാധവൻ. വാവ്, കാവ്യ. സന്ദേശം എന്ന മലയാള സിനിമയിൽ സലീമേട്ടൻ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പൊ ഉള്ള നമ്മുടെ ന്യൂ ജനറേഷൻ നായകന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു താരം ആരാണ്? ഒരുപാട് പേരുണ്ട്. ന്യൂ ജനറേഷൻ നായകന്മാരിൽ എന്നാലും രണ്ടുപേരെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഇഷ്ടമുള്ള? ശ്രീനാഥ് ബാസി, സൗബിൻ സാഹിർ, പിന്നെന്താണ് ഇവൻ ഫഹദ് ഫാസിൽ. ഓക്കെ, ഈ അടുത്തിടയ്ക്ക് കണ്ടതില് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു മലയാള ചിത്രം? എന്നാത്താൻ കേസോട്, ചാക്കോച്ചന്റെ. സലീമേട്ട തന്നെ ഇവനൊരു അല്പം എനിക്ക് പാരയാണോ എന്ന് ചാലഞ്ച് ചെയ്ത ഏതെങ്കിലും കോമിക് ആർട്ടിസ്റ്റ്? ഇവൻ എനിക്കൊരു പാരയാണോടാ ശശി? കോമ്പറ്റീറ്റീവ് ആയിട്ട് തോന്നി? എന്റെ പഴയകാല ഒരു ലൈനിലൊക്കെ വരുന്ന ഒരാളായിട്ട് തോന്നിയത് ഇവൻ നമ്മുടെ ബാലു വർഗീസ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് തോന്നി. എനിക്ക് ഞാനിപ്പോ മത്സരിക്കണില്ലല്ലോ, എങ്കിലും എന്റെ പഴയകാല ഇതാക്കിയിട്ട് കോമഡി ആയിട്ട് ഭയങ്കര ബന്ധമുള്ളതായിട്ട് തോന്നി. അവൻ ചെയ്യുന്ന വേഷങ്ങളൊക്കെ ചെയ്യുന്നത് ചെറിയ രീതിയിൽ തോന്നി. ഏറ്റവും കൂടുതൽ മിസ്സായി പോയി എന്ന് തോന്നിയ ഒരു മലയാള ചിത്രം, ഡേറ്റ് ക്ലാഷ് കാരണം, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെ വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയ ഒരു മലയാള? സങ്കടം തോന്നിയ സിനിമ ഉണ്ടായില്ല. എനിക്ക് ഞാൻ ആഗ്രഹിച്ച സിനിമയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സലീമേട്ടന്റെ ഇത്രയും എപ്പിക് ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. ഇതിൽ ഒരു സെക്കൻഡ് പാർട്ട് ഏത് ക്യാരക്ടറിനായിരിക്കും സലീമേട്ടന് കാണാൻ ആഗ്രഹം? ഞാൻ മറ്റേ ഇത് എന്താ അതിന്റെ പേര്, മായാവിയിലെ സ്രാങ്ക്. അതെ, സ്രാങ്ക്. ഓക്കെ, ഇനി ഒരു ഫോട്ടോ സെഷനിലേക്ക് ഒന്ന് സലീമേട്ടനെ ഞങ്ങൾ കൊണ്ടുപോവാണ്. കുറച്ച് ഫോട്ടോസ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ പോവാണ്. സലീമേട്ടന്റെ ബാക്ക് ടു ദാറ്റ് ഗുഡ് ഓൾഡ് ഡേയ്സ് ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഫോട്ടോ പ്ലീസ്. സലീമേട്ടൻ ഇത് ഏത് സിനിമ പെട്ടെന്ന് പറയണം. സലീമേട്ടന് മെമ്മറി ടെസ്റ്റിംഗ് ആണ് ഞങ്ങളുടെ. സലീമേട്ടൻ്റെ ഈ എക്സ്പ്രഷൻ ഏതാന്ന്, സിനിമ ഏതാണെന്നും സലീമേട്ടൻ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കണ്ണാടി, കയ്യിൽ ഇത്തിരി കൂടിയ ഞങ്ങൾക്കെല്ലാം ഇതൊക്കെ അറിയാം. നിങ്ങൾ കാണാൻ പാടോ ഇതൊക്കെ? ഇത് ജോണി ആന്റണിയുടെ പടമാണോ? ജോണി ആന്റണിയുടെ പടം, ഭയങ്കര ഹിറ്റ് പടമാണ് ഇത്. നമ്മളിപ്പോ സംസാരിക്കുകയൊക്കെ ചെയ്തു. പുലിവാൽ കല്യാണമാണ്. അതിലേതാന്നറിയാം സലീമേട്ട? ജോണി ആന്റണി ചിത്രമല്ല, ഷാഫി സാറിന്റെ. അതിൽ സലീമേട്ടൻ വന്നൊരു കാറിൽ വന്ന് ഇറങ്ങുന്നതാണ്. ഇവര് പടക്കടക്കി സലീമേട്ടന്റെ ഇതല്ല, വേറെയാണ്. ഈ ഒറ്റ ഷോട്ടിൽ മാത്രമേ ഇത് വന്നുള്ളൂ. ഞാനാണ് പെട്ടെന്ന് ആലോചിച്ചത്. ഇത് ഏതാ ഭാവം ഏതാന്ന് എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ സലീമേട്ട?
ഇയാളുടെ ഫോട്ടോ വെച്ചിട്ട് ഇവര് ഇത് ചെയ്യണത്. പടക്കക്കട ഉദ്ഘാടനം. അതെ, ഇയാളുടെ ഫോട്ടോ ഉണ്ട്. അതെ, അത് അതുകൊണ്ട് ഷെയ്ഖ് അബ്ദുള്ളയുടെ ഒക്കെ പറയുന്നേ. ഓക്കെ, അടുത്തത് ഇത് മറ്റത് ഷാബിനോടും വെനീസിലെ വ്യാപാരി. വ്യാപാരി. ഈ ഭാവത്തിന്റെ പേര്, ഈ ഭാവത്തിന്റെ പേര് ദ്രൗണ്യസ്ഥിത. ദ്രൗണ്യസ്ഥിത. ഇതെന്താ വീട്ടിലേക്ക് നമുക്കൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. ശൃംഗാരമാണോ ഹാസ്യമാണോ? ഒരു ഇതൊക്കെ കൂടി ഉടച്ചിട്ടിട്ട് ഒന്നും കൂടി രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, രാജാക്കാരന്. ഇത് രാജാക്കാരന്റെ രൗദ്രമാണോ കേട്ടോ? അതെ, രൗദ്രം. രാജാക്കാരൻ രൗദ്ര. രൗദ്ര. ഇതോ രാജാക്കാരൻ നിശ്ചല. ഓക്കെ, നെക്സ്റ്റ് വൺ. സൂപ്പർ. ഇത് സിനിമയല്ലത്. സിനിമയല്ല, അല്ലാതെ എടുത്തത്. ഇത് എന്റെ ഷർട്ടാണത്. അതാണ് ഞാൻ സിനിമയിൽ എന്ന് പറയാൻ കാരണം. അതെന്നാട്ടാ? ഞാൻ ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ചു. ഇപ്പോഴും ഉണ്ടോ ഷർട്ട്? ആണോ? കാരണം ഇത് ഞാൻ ഗൾഫിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഒരു ഗൾഫ് ഷർട്ട് വാങ്ങണമെന്നുള്ള ഇത് ദുബായിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് എനിക്ക് ഭയങ്കര ശരീരത്തിനാണ് ഒട്ടിക്കെടുക്കുന്നത്, വേർക്കില്ല. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഷർട്ട് ഇതാണ്. എടുത്ത് പോകുമ്പോഴും വീട്ടിലായാലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച ഷർട്ടാണ്. അപ്പോൾ ഞാൻ പറയും, എല്ലാവരും പറയും പിന്നെ ഗൾഫിൽ ഇന്ന് വാങ്ങിച്ചാന്ന് പറയും. ആണ്. പക്ഷേ കുറച്ച് ദിവസം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അയ്യോ സ്വീറ്റ്. ഇനി ഈ പടം ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇത് മറ്റത് ഷാബിയുടെ എല്ലാം ഓർമ്മയുണ്ട് സലീമേട്ടന്. ചട്ടമ്പി നാട്. ചട്ടമ്പി നാട്. എന്തോ പറയാൻ വിതുമ്പി നിൽക്കുന്ന മമ്മൂക്കായിട്ട്. ശരിക്കും മമ്മൂക്ക എന്ന് പറയുമ്പോൾ സലീമേട്ടന്റെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്തായിരിക്കും? ഗൾഫ് ട്രിപ്പ്. ശരിക്കും മമ്മൂക്കയെ പേഴ്സണലി ഒരുപാട് സ്പേസിൽ അറിയുന്ന ഒരാൾ കൂടിയാണ് സലീമേട്ടനെ. മമ്മൂക്കയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്താ സലീമേട്ടന്? മമ്മൂക്കയുടെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ തിരിച്ചറിയുക, അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കയുടെ മുരളിച്ചേട്ടൻ സലീമേട്ടനൊക്കെയാണ് ഇങ്ങനെ കട്ടക്ക് ഇതിന്ന് സംസാരിക്കാന്ന് പറയും. വേറെ ആരും അതിനുള്ള ഒരു ധൈര്യം വരില്ല. അല്ല, അങ്ങനൊന്നും പുള്ളി ആരെയൊന്നും പേടിപ്പിക്കൊന്നുമില്ല. പുള്ളി അതിനുള്ള സ്പേസ് എല്ലാവർക്കും കൊടുക്കും. ആണ്, എല്ലാവർക്കും കൊടുക്കും. അല്ലാണ്ട് പുള്ളി അങ്ങനെ മാറി നിൽക്കുകയോ അല്ലാണ്ട് അത് പുള്ളിനോട് പേടിയുള്ളതിന്റെ പേരിലാണ് മാറിയിരിക്കുന്ന ആളുകൾ. ബഹുമാനമൊക്കെ ഉള്ള. അതെ അതെ അതെ. എന്നാലും മമ്മൂക്കയുടെ ഒരു ആഹാര രീതി അങ്ങനെ ഏതെങ്കിലും കണ്ടിട്ട് സലീമേട്ടൻ വാവ് എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം അമ്മാതിരി ചിട്ടയുള്ള ഒരാൾ കൂടിയാണ് മമ്മൂക്ക. ചിട്ടയാണല്ലോ അങ്ങനെ ഇതുവരെ എത്തിച്ചത്. ചിട്ടയാണ്. ആഹാര രീതി എല്ലാം നമുക്ക് ഒന്ന് പറയിപ്പിച്ചിട്ടുണ്ട് ഓരോ സംഭവങ്ങളും. മമ്മൂക്കയുടെ അടുത്ത് നിന്ന് ഞാൻ പെട്ടെന്നൊരു സാധനം മോഷ്ടിക്കാനായിട്ട്, ഇതൊരു ജസ്റ്റ് ഒരു ഇമാജിനറി ചോദ്യമാണ്, മോഷ്ടിക്കാൻ പറഞ്ഞ എന്ത് കാര്യമായിരിക്കും മോഷ്ടിക്കാൻ? എന്തിനാണ് ചോദിച്ചാൽ തരുമല്ല, പിന്നെ എന്തിനാണ് മോഷ്ടിക്കണത്? എന്നാലും ചോദിച്ചാൽ തരൂന്നറിയാം. എന്നാലും എന്തിനാണ്? എല്ലാം നല്ല മനസ്സിലേ കാണത്തുള്ളൂ. ചോദിച്ചാൽ തരുമല്ലോ, നമുക്ക് അത് തരുമല്ലോ.